റൈറ്റ്. പോട്ടെ. പതുക്കെ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇത് റൈറ്റ് പറഞ്ഞ് വണ്ടി വിടുന്ന പോലെയല്ല. നല്ലോണം ആരൊക്കെ ഊതിയാ പറക്കണം. ഇതുപോലെ അധ്വാനിച്ച് മുമ്പിൽ കൊണ്ടുവച്ച് വന്നപ്പോഴാ കുറ്റം പറഞ്ഞ ചെണീച്ച് പോയത്, ഓർക്കണ്ടോ? ഇത് കഴിഞ്ഞേച്ച് അങ്ങോട്ട് വേറെ ജോലിയുണ്ട്. കൊത്തി മുറത്തി കയറി കൊത്തില്ല. അവിടെ ഇവിടെ ആരുമില്ലേ? ഒരു ചായ വേണമല്ലോ. എന്തു ട്രഷാബി കാണിക്കണേ? കോഴിനെ നീ മേശപ്പുറത്തണ്ട വെക്കണ എടുത്ത് നിലത്തിട്ട് ട്രഷാബി. നിലത്തിടാനാ? എടാ കോസറണ്ണ, ഇത് കാശ് കൊടുത്ത് മേടിച്ച കോഴിയാണ് കേട്ടാ. ചട്ടിക്കകത്തന്നെ കോഴിയിട്ടാ, മേശപ്പുറത്തില്ല. കുത്തിക്കും ഞാൻ. ആ മേശപ്പുറം തൂറ് നശിപ്പിക്കും. അവിടെ നിന്ന് എടുക്ക. ഇത് ഇറക്കാൻ കൊണ്ടുള്ള കോഴിയാണ്. പേടിച്ചിട്ട് തൂറൂല്ലക്ക. തന്നോട് എടുക്കാനല്ലേ പറഞ്ഞത്? ചതിക്കരുത്. നമ്മുടെ ചോറിൽ മണ്ണിടല മുസ്തഫിക്ക. ഇതിനെ കളഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഇക്കാക്ക എന്നെ ഇങ്ങോട്ട് തന്നെ ഓടിക്കും. അതാണ്. ഓ, പുതിയ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ല നിന്റെ വാപ്പാക്ക്. കോഴികളെ പുതുപ്പെണ്ണിനെ സൽക്കരിക്കാനാവും. കല്യാണമോ? ആരുടെ, എവിടെ, എങ്ങനെ, ഏത് കല്യാണമെന്നോ? താൻ പോയി കൊരക്കറ്റം ബിരിയാണി അടിച്ചു വന്നില്ലേ? ദജ്ജാലപ്പന്റെ മോടെ 2ാം കെട്ട്. ആ കല്യാണം. ആ കല്യാണമാണോ? ഈ ബ്രോക്കർ കുഞ്ഞായന് നയാ പൈസ തരാത്ത കല്യാണമാണോ? നിങ്ങളാണോ ബ്രോക്കർ കുഞ്ഞായൻ? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. ഇക്കാക്കാടെ 3ാം കെട്ടും കഴിഞ്ഞു. നമ്മുടെ 1ാം കെട്ടിന്റെ കാര്യം പോലും അവതാളത്തിലാണ്. നമുക്കൊരു പെണ്ണ് കെട്ടിച്ചൊരു കുഞ്ഞായനൊക്കെ. അതല്ലേ നമ്മുടെ ജോലി. ആട്ടെ, വയസ്സത്രേ? റംസാനെ 24, 23. മുഖസ്തുതി പറയല്ല കേട്ടാ, കണ്ടാ തോന്നൂല. പെണ്ണൊക്കെ നമ്മൾ കെട്ടിച്ചേരാം, പക്ഷെ കുറച്ച് പൈസ ചെലവാവും. പൈസയുടെ കാര്യത്തിന് നിങ്ങൾ വിഷമിക്കണ്ട. പെണ്ണ് പെണ്ണായിരിക്കണം. പെണ്ണ് പെണ്ണല്ലാതെ പിന്നെ ആണാകും. അതാ ഇതുപോലത്തെ പെണ്ണ് മതിയോ? നോക്കട്ടെ. അതോ ആപ്പിൾ പോലത്തെ പെണ്ണ് വേണോ? നേര് പറഞ്ഞ സുബർക്കത്തിൽ ഇറങ്ങി വന്ന ഹൂറി. പറയണത് പിന്നല്ലാതെ. എങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് അവളെ കെട്ടണം. എന്നെ വിട്. കോഴി എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ പോയി. അയ്യോ, നോക്കണോ? ചായ കൊണ്ടുനടക്കാം. ചായ കുടിച്ചെന്റെ കാശ് ചായയുടെ കാശ് തന്നേച്ച് ഇറങ്ങിപ്പോ. നീ കടയൊക്കെ ഒന്ന് അടച്ച് വൃത്തിയാക്ക്. നോക്കെന്താ മാസക്കുളി തെറ്റിയോ? ജനാചുമ ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. പറഞ്ഞു മനസ്സിലായോ? മറ്റുള്ളവർക്ക് സംശയം തോന്നത്തക്ക വിധം പെരുമാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയെങ്കിലും സൂക്ഷിക്കണം. എന്താ മുഖത്തിനൊരു വാട്ടം? കല്യാണം കഴിഞ്ഞ പിന്നെ ഇക്കാക്കായ്ക്ക് എന്താ ഒരു തരം മാറ്റം? തൊട്ടേനും പിടിച്ചതിനൊക്കെ ഒരു ദേഷ്യവും ചാട്ടവും. നേരാ, എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പച്ച പനന്തത്ത പോലത്തെ പൈങ്കിളി പെണ്ണിനെയല്ലോ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളൊന്നും വേണ്ടെന്നായിരിക്കും. ഇപ്പൊ ഇത് അങ്ങാടി പോകുന്നില്ലേ? പോരുമ്പോ കുറച്ച് പച്ചക്കറിയോട് മേടിച്ചു. ഇറച്ചി മീനും മല പോലെ കുന്നുകൂടി കിടക്കുമ്പോ ഈ അലാക്കിന്റെ പച്ചക്കറി എന്തിനാ? പറഞ്ഞത് കേട്ടാ മതി. ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണമെന്നില്ല. ഓ, എന്ന്
മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്നും ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം, അനുഭവത്തിൽ മാത്രം അന്യരും. ഞാൻ എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എന്താണ്? പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ ഒരു കല്യാണം കൂടി കഴിക്കണം. എനിക്കിനിയും കല്യാണം? നിങ്ങൾക്ക് ഒരു ഭാര്യയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിനക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് ഞാൻ തീർത്തു പറയാം. ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു ദുർബുദ്ധിക്ക് ഞാൻ അടിമപ്പെട്ടു പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കുകയില്ല. ഹിറംലത്ത് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയായി മാത്രം ഞാനിനി ജീവിക്കാം. സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും.